ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കാർട്ടൂൺ കണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിനെക്കുറിച്ച് അറിയാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കാർട്ടൂൺ കണ്ടിട്ട് അല്ലെങ്കിൽ മൂവീസൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെ ഓരോ വേർഡ്സും വെക്കാബുലറീസും ഗ്രാമർ പോയിൻറ്റ്സും അങ്ങനെ കുറേ അതിൽ വരുന്ന എല്ലാ ഇംഗ്ലീഷ് പോയിൻറ്റ്സുകളും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു പുതിയ വഴിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ റാറ്ററ്റൂയി എന്ന ഇംഗ്ലീഷ് ആനിമേഷൻ മൂവിയാണ്. റമി എന്നൊരു എലിക്കുഞ്ഞ് പാചകക്കാരനാകാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചു വരുന്ന ഒരു എലിക്കുഞ്ഞാണ്. പിന്നെ ലിങ്കീനി എന്നൊരു പാചകക്കാരനും. ഇവർ രണ്ടുപേരുടെയും ഒരു ചെറിയൊരു സീനാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അവർ പറയുന്ന ഓരോ ഡയലോഗിൻ്റെയും അർത്ഥവും ആ സെൻറ്റൻസ് മുഴുവൻ അർത്ഥവും പിന്നെ ഓരോ വേർഡ്സിൻ്റെ അർത്ഥവും അതിലെ പ്രധാന ഗ്രാമർ നിയമങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ഇവിടെ പറയുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. Little chef, I'm gonna lose it if we do this anymore. We gotta figure out something else. Something that doesn't involve any biting or nipping or running up and down my body with your little rat feet. The biting, no. Scampering, no. No scampering or scurrying. Understand, little chef? Little chef? This is not gonna work, little chef. അപ്പോൾ നിങ്ങൾ കാർട്ടൂൺ കണ്ടു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അതിലെ ഓരോ ഡയലോഗും നമുക്ക് ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം പറഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഗോണ വർക്ക് ലിറ്റിൽ ഷെഫ്. ദിസ് ഈസ് നോട്ട് ഗോണ വർക്ക്. ഇത് നടക്കുന്ന കാര്യമല്ല ലിറ്റിൽ ഷെഫ് എന്നാണ് പറയുന്നത്. ഗോണ എന്ന് പറഞ്ഞാൽ സായിപ്പന്മാർ ഗോണ എന്നാണ് ഉപയോഗിക്കാറുള്ളത് സാധാരണ. അതായത് ഗോയിങ് ടു എന്നാണ് അത് നമ്മൾ പറയുക. എഴുതുമ്പോൾ നമ്മൾ ഗോയിങ് ടു എന്നും സംസാരിക്കുമ്പോൾ നമുക്ക് ഗോണ എന്നും പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് അതിൽ വർക്ക് എന്നുണ്ടാകും. ദിസ് ഈസ് നോട്ട് ഗോണ വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി, ജോബ് എന്നൊന്നല്ല അർത്ഥം. ഇവിടെ വർക്ക് എന്നതിൻ്റെ അർത്ഥം വരുന്നത് ശരിയാകുക എന്നുള്ളതാണ്. ദിസ് ഈസ് നോട്ട് ഗോണ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ശരിയാകുന്ന കാര്യമല്ല. ഇനി അടുത്തത് ഐ ആം ഗോയിങ് ടു ലോസ് ഇറ്റ് ഇഫ് വി ഡു ദിസ് എനിമോർ. അത് നമുക്ക് ഇതിൻ്റെ മുഴുവനുള്ള ഒരു സെൻറ്റൻസിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാലോ. മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ നമ്മൾ ഇനിയും പരിപാടി തുടർന്നാൽ എനിക്ക് വട്ടാകും. അതായത് ഇനിയും നീ ഇങ്ങനെ എൻ്റെ ദേഹത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി കളിച്ചെറി എന്നെ മാന്തുകയും നുള്ളുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കിനി വട്ടാകും എന്നാണ് പറയുന്നത്. ഇവിടെ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച അർത്ഥം എന്തായിരിക്കും? നഷ്ടപ്പെടുക എന്നൊക്കെയല്ലേ. പക്ഷേ ഇവിടെ അവനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? അവൻ്റെ പൈസയോ അവൻ്റെ മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇവിടെ ഈ നായകൻ്റെ നഷ്ടപ്പെടുന്നത് അവൻ്റെ ബുദ്ധിയാണ്. അവനക്ക് പിരാന്താകും, വട്ടാകും എന്ന് പറയാം. ലോസിറ്റി എന്നതൊരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് അമിതമായി ദേഷ്യം വരുമ്പോൾ നമ്മുടെ തല പുകയുന്നൊരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് നമ്മൾ ലോസ് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം ഗോയിങ് ടു ലോസ് ഇറ്റ് ഇഫ് വി ഡു ദിസ് എനിമോർ. ഇനി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഈഫ് എന്നാണ്. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നർത്ഥത്തിലാണ്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ ഇങ്ങനെ ഉണ്ടാകും എന്നതാണ് ഈ പ്രയോഗം വരുന്നത്. അനിമോർ എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ അല്ലെങ്കിൽ ഇനിയും നീ ഈ പ്രവൃത്തി തുടരുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഒന്നുകൂടി അർത്ഥം നോക്കാം. ഐ ആം ഗോയിങ് ടു ലോസ് ഇറ്റ് ഇഫ് വി ഡു ദിസ് എനിമോർ. ഐ ആം ഗോയിങ് ടു ലോസ് ഇറ്റ്. എനിക്ക് അത് നഷ്ടപ്പെടുക്കാൻ പോവുകയാണ്. അതായത് അതെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധി, എൻ്റെ പിരാന്താവുക എന്നാണ് അർത്ഥം. എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ പോവുകയാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇഫ് വി ഡു നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇത് അനിമോർ. ഇനിയും നമ്മളിത് ആവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്നാണ് പറയുന്നത്. വി ഗോട്ട ഫിഗർ ഔട്ട് സംതിങ് എൽസ്. ഈ ഇവിടെ ഗോട്ട എന്ന് കാണുന്നുണ്ടല്ലോ. ഗോട്ട എന്ന് കാണുന്നുണ്ടല്ലോ. ഒന്നുകിൽ ഗോട്ട് ടു എന്നോ അല്ലെങ്കിൽ ഹാവ് ടു എന്നാണ്. എന്താണ് ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വീട്ടിൽ പോകേണ്ടതുണ്ട്. അതായത് എനിക്ക് നിർബന്ധമായിട്ടും വീട്ടിൽ പോകേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. നിർബന്ധമായും ചെയ്യണമെന്ന് സൂചിപ്പിക്കാണ്ട്. അപ്പോൾ വി ഗോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എന്ത്? അത് ശേഷം പറയാമല്ലോ. അത് നോക്കാം. വി ഗോട്ട ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു കാര്യം ചിന്തിച്ച് കണ്ടെത്തി പ്രശ്നം കാണുന്നതിനെയാണ് ഫിഗർ ഔട്ട് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ എന്തെങ്കിലും സാധനം പൈസ കാണാതെ പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻസിൽ എന്തെങ്കിലും കാണാതെ പോയാൽ അതിനെയൊന്നും നമ്മൾ ഫിഗർ ഔട്ട് എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനാണ് ഫിഗർ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം വി ഗോട്ട് എ ഫിഗർ ഔട്ട് സംതിങ് എൽസ്. നമുക്ക് മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റെന്തെങ്കിലും നിർബന്ധമായിട്ട് കണ്ടുപിടിക്കണമെന്ന്. ഇതല്ലാതെ എൻ്റെ ദേഹത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാതെ നമുക്ക് ഇതല്ലാത്ത മറ്റെന്തെങ്കിലും കളികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡിയ കണ്ടെത്താമെന്നാണ് പറയുന്നത്. അപ്പം വി ഗോട്ട എന്നുള്ള വി ഹാവ് ടു അല്ലേ, വി ഗോട്ട് ടു അല്ലെങ്കിൽ
അപ്പോൾ വി ഹാവ് ടു ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ സംതിങ് എൽസ്, ഇതല്ലാത്ത മറ്റെന്തെങ്കിലും. Something that doesn't involve any biting or nipping or running up and down my body with your little rat feet. Something that doesn't involve any biting or nipping or running up and down my body with your little rat feet. Something മറ്റെന്തെങ്കിലും ദാറ്റ് എങ്ങനെയുള്ള മറ്റൊന്നാണ് എന്നാണ് ഇവിടെ അർത്ഥം. സംതിങ് മറ്റെന്തെങ്കിലും, ദാറ്റ് ആ മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞില്ലേ, അത് എന്താണെന്ന് പറയാണ്. ദാറ്റ് അതെന്താണ്? ഡസിൻറ്റ് ഇൻവോൾവ് അത് ഉൾക്കൊള്ളിക്കുന്നില്ല. ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്നർത്ഥത്തിൽ. ആൻഡ് ഈ ബൈറ്റിംഗ് ഒരു തരത്തിലുള്ള കടിക്കൽ, ബൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കടിക്കൽ. ഓർ നിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഞണ്ട് അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കടിക്കുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവുമല്ലോ, ആ ചെറിയൊരു വേദനക്കാണ് നിപ്പിംഗ് എന്ന് പറയുന്നത്. ഓർ റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കോ താഴോട്ട് ഓടി കളിക്കുന്നത്, അതും മൈ ബോഡി, എൻ്റെ ബോഡിയിൽ വിത്ത് യുവർ ലിറ്റിൽ റാറ്റ് ഫീറ്റ്, നിൻ്റെ ചെറിയ എലികാല് കൊണ്ട് എൻ്റെ ദേഹത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും പിന്നെ കടിക്കുന്നതും നുള്ളുന്നതും അതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അതല്ലാത്ത മറ്റെന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. Biting, no. Scampering, no. No scampering or scurrying. Understand, little chef? The biting, no scampering or scurrying. അത് ദ ബൈറ്റിംഗ്, ആ കടി അത് വേണ്ട, അത് വേണ്ട. ആ സ്കാമ്പറിങ്, ആ ചാടി ഓടി നടക്കുന്നത്, അതും വേണ്ട. ഓർ സ്കറിയിങ്, ആ മറ്റേ വപ്രാളപ്പെട്ട് ഓടുന്ന, അതും വേണ്ട. അതൊന്നും ഇല്ലാത്ത മറ്റെന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുകയാണ്. അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ഷെഫ്? മനസ്സിലായോ ലിറ്റിൽ ഷെഫേ? അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്.